അടുത്തത് കണ്ടീഷണൽ ഓർ ടെർണറി ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ വേറൊരു പേരാണ് ടെർണറി ഓപ്പറേറ്റർ. അതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ 3 എക്സ്പ്രഷനാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 1, 2, 3 കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എക്സ്പ്രഷൻ അത് ചെക്കിംഗ് ആണ്. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ മാർക്ക്. അത് കഴിഞ്ഞിട്ട് ഇത് ട്രൂ ആണെങ്കിൽ സെക്കൻഡ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യും. കോളൻ അല്ലെങ്കിൽ തേർഡ് എക്സ്പ്രഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം 2 നമ്പർ റീഡ് ചെയ്തിട്ട് അതിൽ ഏതാണ് ലാർജസ്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യണത്. സോ നമ്മളിവിടെ 2 നമ്പർ റീഡ് ചെയ്യാൻ എയും ബിയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വേരിയബിൾ. പിന്നെ എൽ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ പ്രിൻറ്റ് ഓഫ് എൻ്റർ 2 വാല്യൂസ്. അപ്പോൾ 2 നമ്പർ നമ്മൾ റീഡ് ചെയ്തു. %d, ആംപർസൻഡ് എ, ആംപർസൻഡ് ബി. എയിലേക്കും ബിയിലേക്കും ഓരോ വാല്യൂസ് റീഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടുള്ളത്. എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ എക്സ്പ്രഷൻ 1 ആണ്. അത് ട്രൂ ആണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ബി ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോ ഇത് ട്രൂ ആണെങ്കിൽ എയുടെ വാല്യൂ എല്ലിലേക്ക് അസൈൻ ചെയ്യും, അല്ലെങ്കിൽ ബിയുടെ വാല്യൂ അസൈൻ ചെയ്യും. പിന്നെ നമ്മൾ സിയിൽ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും സെമിക്കോളം വെച്ചിട്ടാണല്ലോ എൻഡ് ചെയ്യുന്നത്. സോ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്താണോ അതാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യണത്. ഇത് നമ്മൾ സാധാരണ ചില എക്സാമ്പിളുകൾക്ക് ചോദിക്കുന്നത് വെച്ചാൽ ഒരു ഇഫ് എൽസ് കണ്ടീഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് അതിനെ കൺവേർട്ട് ഇൻ ടു കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കൺവേർട്ട് ഇൻ ടു ടെർണറി ഓപ്പറേറ്റർ തരും. അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇങ്ങനെ തന്നിട്ട് ഇതിനെ കറസ്പോണ്ടിങ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയാം. സോ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഇഫ് എൽസ് കണ്ടീഷനിൽ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി പ്രിൻ്റ് ഓഫ് %d, എയുടെ വാല്യൂ ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിയുടെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ പെട്ടാണ് ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സോർ, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ബിറ്റ് വൈസ് നോട്ട്. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒന്നില്ലെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേറ്ററിനെ കുറിച്ച് എന്തെങ്കിലും വിത്ത് എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കോഡ് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കാം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 9. എന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. സോ ബിറ്റ് വൈസിലാണെങ്കിൽ നമ്മളെന്താ ഓരോ ബിറ്റ് വൈസ് ആയിരിക്കും ഓപ്പറേഷൻ നടത്തുന്നത്. സോ 5 എന്ന് പറഞ്ഞ ഡെസിമലിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എടുത്തിരുന്നത് 0, 1, 0, 1. ഇനി ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 9, 9ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 0, 0, 1. എന്നിട്ട് ഇതിനെ ലോജിക്കൽ ആൻഡ് ചെയ്യാം. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും 1 ആയാലേ 1 ആവുള്ളൂ. ബാക്കി എന്ത് കോമ്പിനേഷൻ വന്നാലും 0, 0 വന്നാലും 0, 1 വന്നാലും 1, 0 വന്നാലും അത് 0 ആയിരിക്കും ആൻസർ. സോ 1, 1 that is 1, 0, 0, 0, 1, 0, 0, 0, 1, 0. സോ ഇത് എന്താ ഡെസിമൽ 1 ആണ്. ഇത് ബൈനറി 0, 0, 0, 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്നാണ് ഡെസിമൽ 1 ആണ്. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും പ്രിൻ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ വരാവുന്നതെന്ന് വെച്ചാൽ കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ് ആൻഡ് സീറോസ് ഇൻ എ ഗിവൺ നമ്പർ. സോ നമ്മൾ ആ നമ്പർ റീഡ് ചെയ്തിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യണം. സോ ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ പ്രോഗ്രാംസ് വഴിയെ ലോജിക്സ് വെച്ചിട്ട് പ്രോഗ്രാംസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് സ്പെഷ്യൽ ഓപ്പറേറ്റർ. സ്പെഷ്യൽ ഓപ്പറേറ്റർ സൈസ് ഓഫ് എ എന്ന് പറഞ്ഞ വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇൻറ്റ് എ ആണെങ്കിൽ ആ ഇൻറ്റിജറിൻ്റെ സൈസ് എത്രയാണ് ആ ഒരു സിസ്റ്റത്തിൽ എന്നുള്ളത് അത് പ്രിൻ്റ് ചെയ്യും. സാധാരണ 2 ആണ്. സോ 2 എന്നാണ് 2 ബൈറ്റ് എന്നുള്ളത് അവിടെ പ്രിൻ്റ് ചെയ്യും. സോ ഇത്രയാണ് സ്പെഷ്യൽ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി പ്രോഗ്രാമിൽ 8 എണ്ണം ഉണ്ട്. അതെല്ലാം ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് അരിത്തമാറ്റിക്, ലോജിക്കൽ, റിലേഷണൽ, അസൈൻമെൻറ്റ്, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആൻഡ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് പ്രിസിഡൻസ്. അതായത് ഓപ്പറേറ്റർ ആൻഡ് ഇറ്റ്സ് പ്രിസിഡൻസ് എന്ന് പറയും. പിന്നെ അതിൻ്റെ എക്സ്പ്രഷനും വരും. അതായത് പ്രിസിഡൻസ് ഓപ്പറേറ്ററിൽ കുറേ വരുന്നുണ്ട്. ഇതിപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്ററിനായിരിക്കും. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ യൂണറി ഓപ്പറേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. പിന്നെ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലർ ഡിവിഷൻ ആണ് ബാക്കിയുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്ലസ് മൈനസ്, പിന്നെ ഷിഫ്റ്റ് ഓപ്പറേഷൻ, റിലേഷണൽ ഓപ്പറേറ്റർ, ഈക്വാലിറ്റി ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ആൻഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബിറ്റ് വൈസ് എക്സോർ, ഓർ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അസൈൻമെൻറ്റ്. ഇതങ്ങനെ പ്രയോറിറ്റി കുറഞ്ഞു വരും. അപ്പോൾ സാധാരണ ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷൻ തരും. ആ എക്സ്പ്രഷൻ എന്താ പറയുക പ്രോസസ്സ് ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരാം.
ഫോർ എക്സാമ്പിൾ ഇൻറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. 8+3 × 10 - 6/2. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ 10 - 6 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ജസ്റ്റ് ആൻസർ എഴുതി വെക്കാതെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കൊടുക്കണം. സോ ഇവിടെ 8 പ്ലസ് ദറ്റ് ഈസ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 8 + 3 ഇൻറ്റു പിന്നെ 10 - 6 എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 10 - 6 = 4 / 2. ഇനി ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പ്ലസ്, അപ്പോൾ ഇതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണ് കൂടുതൽ പ്രയോറിറ്റി. അത് രണ്ട് സെയിം പ്രയോറിറ്റിയാണ്, ഏത് ചെയ്താലും സെയിം ആൻസർ ആണ് വരുന്നത്. സോ നമുക്കത് ചെയ്യാം. 8 + 3 ഇൻറ്റു 2/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2. ഇനി വീണ്ടും 8 + 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 and then is equal to 14. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. ഓരോ സ്റ്റെപ്പിനും മാർക്ക് ഉണ്ടാകും. സോ ജസ്റ്റ് വെറുതെ 14 എന്ന് എഴുതി വെക്കാതെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് എഴുതണം. സോ എന്തൊരു എക്സ്പ്രഷൻ വന്നിട്ട് ചിലപ്പോൾ ഒരു കോഡ് വന്നിട്ട് ആ കോഡിൻ്റെ ഉള്ളിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഇത് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്യണം. സോ ഇത്രയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്.